പിന്നെ എല്ലാവർക്കും ഒരു തെറ്റുദ്ധാരണയാണ് നമ്മൾ ഈ മെഷീൻ വെച്ച് ഒരച്ചൊരച്ചാണ് ക്ലീൻ ചെയ്യണതെന്ന്. പക്ഷേ ഇതൊരു അൾട്രാസോണിക് ഡിവൈസ് ആണ്. അക്വാസ്റ്റിക് സ്ട്രീമിംഗ് മുഖാന്തരമാണ് നമ്മൾ പ്ലാക്കും കാൽക്കുലസ് റിമൂവ് ചെയ്യുന്നത്. ഹായ് ഡോക്ടർ, നമ്മളിപ്പോൾ ഈ പല്ല് 6 months കൂടുമ്പോൾ പ്രൊഫഷണലി ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ. ശരിക്കും അതിലുള്ള മിത്സും അതുപോലെ തന്നെ അത് കമ്പൽസറി ആണോ? ശരിക്കും അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഒരുപാട് പേര് കുറേ കൺസേൺസ് ഉണ്ട്, അതായത് പുളിപ്പ് വരുമോ അല്ലെങ്കിൽ തേഞ്ഞു പോവോ പല്ല് അങ്ങനെയൊക്കെ. അപ്പോൾ ശരിക്കും എന്തിനാണ് നമ്മൾ ഈ 6 months കൂടുമ്പോൾ ക്ലീനിങ് ചെയ്യുന്നത്? യെസ്, പ്രൊഫഷണൽ ക്ലീനിങ് എന്തായാലും ആവശ്യമാണ്. ഒരു കുഞ്ഞ് 6 വയസ്സ് മുതൽ 6 മാസം കൂടുമ്പോൾ പല്ല് ക്ലീൻ ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മൾ എത്ര ബ്രഷ് ചെയ്താലും ഈ മോണയിലുള്ളിൽ കയറിക്കുന്ന അഴുക്കും കാര്യങ്ങളൊന്നും പോകുന്നില്ല. അപ്പോൾ പ്രൊഫഷണൽ ക്ലീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മെയിനായിട്ട് മോണയാണ് വൃത്തിയാക്കുന്നത്. പറയുമ്പോൾ പല്ല് ക്ലീനിങ് എന്നാണ് പറയുന്നത്, പക്ഷേ മോണയാണ് നമ്മൾ ആക്ച്വലി ക്ലീൻ ചെയ്യുന്നത്. പിന്നെ മോണ പല്ലിൽ നിന്ന് വിടും ക്ലീൻ ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു 2 to 3 days എന്തായാലും പുളിപ്പുണ്ടാവും. ആ മോണ തിരിച്ച് പല്ലിലേക്ക് വന്ന് യോജിക്കുമ്പോൾ ആ പുളിപ്പും കാര്യങ്ങളും ഇല്ലാണ്ടാവും. അതുകൊണ്ട് പുളിപ്പുണ്ടാവുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പുളിപ്പുണ്ടാവും. പിന്നെ ബ്രഷ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യുക, അത് ചോദിച്ച് തന്നെ മേടിക്കുക. പ്ലസ് വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക. ഈ വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റിൽ സ്ട്രോങ്ഷൻ, ക്ലോറൈഡ്, ഫ്ലൂറൈഡ് അങ്ങനെ കുറച്ച് കണ്ടന്റുകളുണ്ട്. അത് പല്ലിനെ ഹെൽത്തി ആയി വെക്കാൻ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഹ്യൂമറായി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ചെടി വളർത്തുമ്പോൾ അതിൻ്റെ മണ്ണും വേരും ശക്തിയാണെങ്കിൽ മാത്രമേ ആ ചെടി ലാസ്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് പല്ലും. നമ്മുടെ മോണ എത്രത്തോളം ഹെൽത്തി ആണോ അത്രത്തോളം പല്ലും ലാസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ മോണ ഇങ്ങനെ ഇറങ്ങി ലാസ്റ്റ് ഗ്രേഡ് 1 മൊബിലിറ്റി എന്ന് പറയുമ്പോൾ ഇളക്കം അത് മുതൽ ഗ്രേഡ് 3 വരെ എത്തും. അതായത് നല്ല ഇളക്കം വരെ പല്ലിളകി ലാസ്റ്റ് പല്ല് ഇളകി പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മോണ നല്ലോണം ഹെൽത്തി വെക്കണം. അപ്പോൾ 6 months കൂടുമ്പോൾ എല്ലാവരും വന്ന് പ്രൊഫഷണലായിട്ട് പല്ല് ക്ലീൻ ചെയ്യേണ്ടതാണ്. പിന്നെ എല്ലാവർക്കും ഒരു തെറ്റുദ്ധാരണയാണ് നമ്മൾ ഈ മെഷീൻ വെച്ച് ഒരച്ചൊരച്ചാണ് ക്ലീൻ ചെയ്യണതെന്ന്. പക്ഷേ ഇതൊരു അൾട്രാസോണിക് ഡിവൈസ് ആണ്. അക്വാസ്റ്റിക് സ്ട്രീമിംഗ് മുഖാന്തരമാണ് നമ്മൾ പ്ലാക്കും കാൽക്കുലസ് റിമൂവ് ചെയ്യുന്നത്. അതായത് ഒരു വൈബ്രേഷനാണത്, അല്ലാണ്ട് നമ്മൾ മെഷീൻ വെച്ച് ഒരിക്കലും സ്ക്രൈപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പല്ല് തേയ്മാനം, ഇനാമൽ തേയ്മാനം അങ്ങനെ കാര്യങ്ങളും ഒന്നും വരുന്നില്ല. എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണത്. പിന്നെ പ്രൊഫഷണൽ ക്ലീനിങ്ങിന് ശേഷം നല്ല പോലെ ബ്രഷിംഗ് ടെക്നിക് ഡോക്ടറോട് പറഞ്ഞ് മനസ്സിലാക്കുക. പ്ലസ് മൗത്ത് വാഷ് യൂസ് ചെയ്യുക. ആഴ്ചയിൽ ഒരു 3 വട്ടെങ്കിലും ക്ലോർഹെക്സിഡിൻ മൗത്ത് വാഷ് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വയറുള്ള ബാക്ടീരിയൽ ലോഡ് കാര്യങ്ങളെല്ലാം കുറയുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് മോണ പ്ലസ് പല്ല് കേടുവരുന്ന കാര്യങ്ങളും മോണ രോഗത്തിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.